ഹായ് ക്രോഷ്യ ലവേഴ്സ്. അപ്പൊ നമുക്ക് ഈ കുഞ്ഞു ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ എടുത്തേക്കുന്ന നീഡിൽ 2.5 ആണ്. നിങ്ങൾക്ക് ഏത് നീഡിൽ വേണമെങ്കിലും എടുക്കാം. നീഡിലിന്റെ സൈസ് അനുസരിച്ചും ത്രെഡിന്റെ സൈസ് അനുസരിച്ചും പൂവിന്റെ അളവിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഞാൻ എടുത്തേക്കുന്ന ഈ ത്രെഡ് 10 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് പണി തുടങ്ങിയാലോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗ് ചെയ്യാൻ അറിയാത്തവര് പേടിക്കേണ്ടതില്ല. ഇതിന് പുറകെയായിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ ബേസിക് സ്റ്റിച്ചുകളും അതിനകത്ത് പറഞ്ഞു തരും. അപ്പോൾ ആദ്യം നമ്മൾ മാജിക് റിംഗ് ചെയ്തിട്ടുണ്ട്. ഈ റിങ്ങിനകത്താണ് ബാക്കി പണികളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ചെയിൻ ആണ്. 2 ചെയിൻ ചെയ്തതിനു ശേഷം 1 DC, അതായത് ഒരു ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോണത്. യാൺ ഓവർ ചെയ്യുക, മാജിക് റിങ്ങിനുള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. പുറത്തെടുക്കുമ്പോൾ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമുക്ക് ഒരു DC കിട്ടിയിട്ടുണ്ട്. ഇനി 2 ചെയിൻ ചെയ്യുക, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതോടുകൂടി നമ്മൾ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 5 പെറ്റൽസ് ആണ് വേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേറെ കാണില്ല. അപ്പൊ ഈ സ്റ്റെപ്പുകൾ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആവും. 4 പെറ്റൽസും കൂടിയാണ് ഇനി വേണ്ടത്. ഈ ഫ്ലവർ നമ്മുടെ ഹെയർ ബാൻഡുകളില്, കുഞ്ഞു കുഞ്ഞു പൗച്ചുകളില്, കുട്ടികളുടെ ഉടുപ്പുകളില്, അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ്. പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. അപ്പോൾ അതെ, എൻ്റെ ഫ്ലവറിന്റെ ഫൈനൽ പാർട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാം. ത്രെഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ മാജിക് റിങ്ങിന്റെ റിങ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലവറിന്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. റിങ് ദാണ്ട് ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലവർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പത്തെ എക്സിസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ 2 ത്രെഡുകളും കൂടി കൂട്ടിക്കെട്ടുമ്പോഴത്തേക്ക് അതവിടെ ടൈ ആയിട്ട് ഇരുന്നോളും. അപ്പം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇളവി വരത്തില്ല. ഫ്ലവറിന്റെ സെന്റർ പോർഷനിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കല്ലോ സ്റ്റോണോ, കല്ല് സ്റ്റോണോ ഒന്നാണല്ലോ, സ്റ്റോണോ ത്രെഡോ വെച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ എന്തായാലും ത്രെഡ് യൂസ് ചെയ്യാണ്. ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ റിങ് പോലെ ആക്കി ട്വിസ്റ്റ് ചെയ്ത് ഒരു കെട്ട് പോലെ ആക്കി എടുക്കുകയാണ്. ഞാൻ ഇത്തിരി സ്പീഡിനാണ് ഇട്ടേക്കുന്നത്, മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ കെട്ട് പോലെ ആക്കിയ ഭാഗം നമ്മൾ ആ പൂവിന്റെ നടുക്ക് ഇൻസേർട്ട് ചെയ്ത് ഇച്ചിരി ബലത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പശ തേച്ച് ഒട്ടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ പൂവ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. സംഗതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.